നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നവീൻ ബാബുവിന്റെ 1-ാം ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ ദിവസം പക്ഷെ എന്താണ് പറയുക, സങ്കടകരമായിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് നീതി കിട്ടാൻ പോകുന്നു എന്ന വിശ്വാസവും എനിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് സങ്കടകരം എന്ന് ഞാൻ പറഞ്ഞത്. കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബു എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹം മരിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? അദ്ദേഹം ആത്മഹത്യ ചെയ്ത് തന്നെയാണോ? അദ്ദേഹത്തെ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? തുടങ്ങിയ ചർച്ചകളൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു. സാധാരണ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു ഇതിന്റെ പുറകെ പോയത്. അതിൻ്റെതായിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. വലിയ തോതിൽ ഈ കേസ് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ത്യാഗത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മമേഖലയോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയ്ക്ക് ഒന്നും തന്നെ ഒരു നീതി അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആൾ, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ നാട്ടുകാർ, അവരൊക്കെ തന്നെ പറഞ്ഞത് നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ നവീൻ ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉപഹാരങ്ങൾ കൊടുത്തുകൊണ്ടൊന്നും തന്നെ അദ്ദേഹത്തെ വീഴ്ത്താൻ കഴിയില്ല, അല്ലെങ്കിൽ വിലക്കെടുക്കാൻ കഴിയില്ല. പാവപ്പെട്ടവനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കയറിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആളുകൾ, അവർ രാജാവും നമ്മൾ എന്തോ അടിമകളുമാണ് എന്ന നിലയിലാണ് സാധാരണക്കാരോട് പെരുമാറുക. അല്പമെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും മേഖലയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇപ്പോഴും നീതി കിട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും ഈ സാഹചര്യത്തിൽ ഞാൻ ഈ വാർത്ത വായിക്കുമ്പോഴും കേരളത്തിലെ അവസ്ഥ. ഉദ്യോഗസ്ഥരുടെ ആ പിടിവാശിയും മറ്റു കാര്യങ്ങളും ഒന്നും ഒരിക്കലും കുറയുന്നില്ല. ഇപ്പൊ ഡോക്ടർമാരുടെ പല കാര്യങ്ങളെ പറ്റി, ചികിത്സാ പിഴവുകളെ പറ്റി, അപമര്യാദയായ പെരുമാറ്റത്തെ പറ്റിയൊക്കെ നമ്മൾ നിരന്തരം ഇങ്ങനെ വാർത്ത ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ വ്യത്യസ്തനാവുന്നത്. അദ്ദേഹം പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകൾ അവരുടെ ഒരു കാര്യത്തിന് വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ആനുകൂല്യം മുടങ്ങരുത്, എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കണം, അവർക്ക് അതിന് കൃത്യമായ അവകാശം ഉണ്ടെങ്കിൽ അതിന് അവർ അവകാശികളാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അർഹതയുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ ആളായിരുന്നു നവീൻ ബാബു. നവീൻ ബാബുവിനെ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ ഈ കലക്ടറേറ്റ് ഹാളിൽ ഇവരെല്ലാം കൂടെ കൊടുത്ത, അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ കൊടുത്ത ഒരു യാത്രയയപ്പിൽ വിളിക്കാതെ വന്ന് കയറി, വലിഞ്ഞു കയറി പോവുക എന്ന് പറയുമല്ലോ നമ്മൾ, വിളിക്കാതെ വന്ന് കയറി അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച് അദ്ദേഹത്തെ കൈക്കൂലിക്കാരനായി മുദ്രകുത്തി, നവീൻ ബാബു എന്തോ വലിയ തെറ്റ് ചെയ്തു, നവീൻ ബാബു അഴിമതിയുടെ മുഖമാണ്, നമ്മളെയൊക്കെ പുച്ഛമാണ്, ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് തുടങ്ങി അദ്ദേഹത്തെ അപഹസിക്കാവുന്നതിന്റെ അങ്ങേയറ്റവും അപഹസിച്ച നേതാവാണ് PP ദിവ്യ എന്ന് പറയുന്നത്. PP ദിവ്യക്ക് എന്തോ ഈ പറയുന്നത് പോലെ നവീൻ ബാബുവിനോട് മാത്രമായിരുന്നു ഈ അഴിമതി വിരുദ്ധ ഉള്ളിലുള്ള സിംഹം ഉറഞ്ഞു തുള്ളിയത്. മറ്റ് എത്രയോ ആളുകൾ അഴിമതി നടത്തുന്നു, കൈക്കൂലി വാങ്ങുന്നു, അവിടെയൊന്നും PP ദിവ്യക്ക് യാതൊരു പ്രശ്നവുമില്ല, പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ഇല്ലാത്തൊരു കൈക്കൂലി കേസിന്റെ കള്ളക്കഥ പറഞ്ഞ് നവീൻ ബാബുവിനെ പോകുന്ന പോക്കിലും അപമാനിക്കാനാണ് PP ദിവ്യ ശ്രമിച്ചത്. ഈ കേസിന് മുന്നോട്ട് പോയപ്പോൾ സർക്കാർ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ലോക്കൽ പോലീസിനെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം ഏൽപ്പിച്ചത്. പിന്നീട് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഏൽപ്പിച്ചു. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോ CPM-മായി ബന്ധപ്പെട്ട, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്ന ശ്രീജിത്തിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ അതിൽ വെച്ചുകൊണ്ടാണ് അന്ന് അന്വേഷണം നടത്തിയത് എന്ന വലിയ വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. അതിനുശേഷം ഈ പറയുന്ന അന്വേഷണ സംഘം അന്വേഷണം നടത്തി. പക്ഷെ പ്രശാന്തൻ എന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന പ്രശാന്തൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷനായിട്ടുള്ള ഗീത IAS ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ പറയുന്നത് പോലെ റവന്യൂ വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഗീതയുടെ അന്വേഷണം. പക്ഷെ ആ അന്വേഷണത്തിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തെളിവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് ഭരണകൂടം മുഴുവനായിട്ടും CPM-ഉം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ള ഒരു ഭാഗം, കലക്ടർ ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്ത് ഒരു ശക്തമായ ഒരു ഭാഗം ഒരു സൈഡിൽ നിൽക്കുന്നു.
മറുഭാഗത്ത് നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾ മാത്രമാണ്. ഈ പ്രശാന്തന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിഷ്പ്രയാസം അത് തെളിയിക്കാവുന്ന കാര്യം മാത്രമാണ് പോലീസിന്. എന്തുകൊണ്ട് അത് തെളിയിക്കാൻ കഴിയുന്നില്ല? മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ കേസിൽ അത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പോലും നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അതിൽ പ്രതി ചേർത്തത് PP ദിവ്യ എന്ന് പറയുന്ന നേതാവിനെ മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പ്രശാന്തനെ പ്രതി ചേർക്കാതിരുന്നത്? പ്രശാന്തനാണല്ലോ ഇതിന്റെ എല്ലാം കുത്തിത്തിരിപ്പ്. CPM-ന്റെ ഏജന്റാണ് എന്നാണ് പ്രശാന്തനെ പറ്റി അന്ന് തന്നെ വന്നിരുന്ന ആരോപണം. അങ്ങനെയുള്ള പ്രശാന്തനെ ഈ കേസിൽ ഒന്നിനും ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രശാന്തൻ ഈ പറയുന്നത് പോലെ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടില്ലെങ്കിലും പ്രതിയാവേണ്ട ആളാണ്. കൈക്കൂലി കൊടുത്താൽ അത് കൈക്കൂലി കൊടുത്തു എന്നതിന് പ്രതിയാവണം. ഇനി കൈക്കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ വ്യാജമായ കാര്യം പറഞ്ഞ് ഒരു മനുഷ്യനെ മാനസികമായി തളർത്തി അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന ഗുരുതരമായ കുറ്റം ഈ പ്രശാന്തന്റെ മുകളിലും ചുമത്തണമായിരുന്നു. പക്ഷെ പ്രശാന്തന്റെ മുകളിൽ അത്തരത്തിലൊരു കുറ്റം ചുമത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രശാന്തനെ മനഃപൂർവ്വം അങ്ങ് തഴഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നു. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് PP ദിവ്യ വിളിച്ചു പറയുന്നു പെട്രോൾ പമ്പിന് അനുമതി വേണം. പക്ഷെ അതിന്റെ ഡോക്യുമെന്റേഷൻ ശരിയല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നു ഇതിന്റെ ഡോക്യുമെന്റേഷൻ ശരിയല്ല എന്ന് പറയുന്നു. ആർക്കായിരുന്നു ആ പറയുന്ന പെട്രോൾ പമ്പ്? അതിന്റെ ബിനാമി ഇടപാട് ആരുടെ പേരിലായിരുന്നു? PP ദിവ്യയുടെ ഭർത്താവിന് ഈ പറയുന്ന പെട്രോൾ പമ്പുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു വളവിലാണ് ഈ പെട്രോൾ പമ്പ് നിൽക്കുന്നത് എന്നും അത് ഈ പറയുന്നത് പോലെ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ബാബു കൊടുത്ത റിപ്പോർട്ട് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടില്ലേ? പിന്നീട് ആ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? തൃച്ചംബരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഇടപാടുകൾ, കണ്ണൂരിലെ കോറി മാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കണ്ണൂരിലെ മണ്ണ് മാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ എല്ലാ ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്ന ആരായിരുന്നു? നവീൻ ബാബു ആയിരുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ അദ്ദേഹത്തിന് അറിയാവുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ കിട്ടിയിരുന്ന തെളിവുകൾ അനവധി ഉണ്ടായിരുന്നു എന്നാണ് അന്ന് തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും നവീൻ ബാബുവിന്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നു അന്വേഷണം CBIക്ക് വേണ്ട. അതായത് നവീൻ ബാബുവിന്റെ കുടുംബം പലതവണയായി കോടതികളിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, അവിടുന്ന് സുപ്രീം കോടതിയിൽ വരെ പോയി. ആ അപ്പീലുകൾ തള്ളപ്പെട്ടു. അതിന് സർക്കാരിന്റെ സ്വന്തം ചെലവിൽ പോയിട്ടാണ് ഈ അപ്പീൽ തള്ളിക്കാൻ വേണ്ടി വക്കീലന്മാരെ ഏർപ്പാടാക്കിയത്, വാദിച്ചത്. ഈ ഒരു അന്വേഷണം മാത്രം മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ ഒരു ഓർമ്മ ദിവസത്തിലും ഇന്നും നവീൻ ബാബുവിന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് തങ്ങൾ ചതിക്കപ്പെട്ടു. പറഞ്ഞ ഒരു കാര്യവും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം തുടരണം, അന്വേഷണം വേറൊരു സംഘത്തെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ സർക്കാരിന്റെ കീഴിൽ ഏത് അന്വേഷണ സംഘം വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കേസ് തെളിയാൻ പോകുന്നില്ല. അത് അത്തരത്തിലൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് CBI ഏറ്റെടുത്താൽ മാത്രമാണ് ആ കേസ് തെളിയുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യകരമായി ഹൈക്കോടതി ഒക്കെ തള്ളിയ ഒരു കേസ് ഇനി വേണമെങ്കിൽ സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കേസ് സ്വമേധയാ CBIക്ക് കേസെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ കീഴിൽ ഏത് സംഘം അന്വേഷിച്ചാലും ഈ സർക്കാർ ഇവിടെ നിൽക്കുന്ന കാലത്തോളം നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് പോകുമെന്ന വിശ്വാസം, അല്ലെങ്കിൽ അത് സാമാന്യബോധമുള്ള ആർക്കും അത്തരത്തിലൊരു കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തത് കൊണ്ടും നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് നീതി കിട്ടും എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പൊതുജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം മാത്രമാണുള്ളത്. ഈ ഒരുപാട് സത്യസന്ധരായിരുന്ന ആ ഉദ്യോഗസ്ഥന്, ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്ത ഉദ്യോഗസ്ഥന്, ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്കൊന്നും ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളും ഇങ്ങനെ പ്രതികരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും എക്കാലവും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് സത്യം പറന്നേക്ക് പുറത്തു വരും. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കാലത്ത് നീതി കിട്ടും എന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്.